പിതാവിന്റെ മുൻപിൽ വെച്ച് പ്രതിജ്ഞ എടുക്കണം. അദ്ദേഹത്തിന് വേണ്ടി നീ പ്രതികാരം ചെയ്യണം. നാം അങ്ങയുടെ മുൻപിൽ പ്രതിജ്ഞ എടുക്കുകയാണ് പിതാശ്രീ. നമ്മുടെ എല്ലാമായ അങ്ങയെ നമ്മിൽ നിന്നും തട്ടിയെടുത്തത് ആരായാലും ഇനി വൈകാതെ നാമും അവരിൽ നിന്നും സകലതും കവർന്നെടുക്കുന്നതാണ്. അവരുടെ അന്ത്യം കുറിക്കുന്നതാണ്. അങ്ങ് നമ്മോട് ക്ഷമിക്കൂ പിതാശ്രീ. നാം വളരെയേറെ പരിശ്രമം നടത്തി ആ അമൃതജലം കൊണ്ടുവന്ന് അങ്ങയെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ നാം വീണ്ടും പരാജിതയായി. നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. പരാജയപ്പെടുകയാണ്. സകല പ്രതീക്ഷകളും അവസാനിക്കുകയാണ്. നമ്മുടെ ശക്തി അവശേഷിക്കുന്നില്ല. നമുക്കങ്ങ് ശക്തി നൽകിയാലും പിതാശ്രീ, അങ്ങയുടെ പുത്രിക്ക് ശക്തി നൽകിയാലും, അങ്ങനെ അങ്ങയുടെ പുത്രിക്ക് അങ്ങയുടെ അഭിമാനവും അന്തസ്സും തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ. അങ്ങേക്ക് പുനർജീവൻ നൽകാൻ സാധിക്കട്ടെ. രാക്ഷസറാണി ജോഡിലായുടെ നേത്രങ്ങളിൽ അശ്രു. ഇത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവമാണ്. ആ വിക്രമദേവൻ നമ്മിൽ നിന്നും അങ്ങേ കവർന്നെടുത്തവനാണ്. ആ വിക്രമദേവനെ നാം അവസാനിപ്പിച്ച ശേഷം അങ്ങേ തിരികെ കൊണ്ടുവരുന്നതാണ്. എന്നാൽ മഹാരാജൻ, സകല രാജ്യങ്ങളിലേക്കും ക്ഷണപത്രിക എന്നെ നാം അയച്ചു കഴിഞ്ഞതാണ്. വൈകാതെ തന്നെ അതിഥികൾ ഇവിടെ എത്തിച്ചേരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം സ്വയംവരത്തിന്റെ ദിവസം എങ്ങനെയാണ് മാറ്റുന്നത്? പ്രതാപൻ, ഇത് വെറും ചൂതുകളിയൊന്നുമല്ല. ഇത് നമ്മുടെ പുത്രിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്. അവളുടെ ജീവിതം പണയപ്പെടുത്തിയൊരു പരീക്ഷണം നടത്താൻ നമുക്ക് സാധിക്കില്ല. സ്വയംവരത്തിന്റെ നാൾ നാം തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇനി സ്വയംവരം മാറ്റിവെക്കുന്ന നാളിനെ കുറിച്ചും നാം തന്നെ പ്രഖ്യാപനം നടത്തും. നമ്മൾ ക്ഷണിച്ച സകല രാജ്യങ്ങളിലേക്കും ഈ വാർത്ത എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. പുത്രി, നിന്റെ അഭിപ്രായം എന്താണ്? നമുക്ക് ഒരഭിപ്രായം മാത്രമേ ഉള്ളൂ. പിതാശ്രീയുടെ അടുത്ത് എത്ര ദിവസം കഴിയാൻ സാധിക്കുമോ അത്രത്തോളം നാം സന്തോഷവതിയായിരിക്കും. നാം ഉടൻ എത്താം മഹാരാജൻ. മഹാരാജൻ, നാം പോകുകയാണ്. ഇനി അടുത്ത ശുഭമുഹൂർത്തം ഗണിച്ചു കണ്ടെത്താനുള്ള ശ്രമം നടത്തട്ടെ. അല്ലയോ രാജപുരോഹിത, ഇത്തവണ നമുക്ക് വളരെ നന്നായി ഗണിച്ചു നോക്കേണ്ടതാണ്. അനുമതി നൽകിയാലും മഹാരാജൻ. നാം അങ്ങയെ വിട്ട് എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല പിതാശ്രീ. നാം അങ്ങയെ വിട്ടുപോയാൽ അങ്ങയ്ക്ക് ആപത്ത് സംഭവിക്കുമെന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മെ ദൂരേക്ക് അയക്കരുത് പിതാശ്രീ. ഖജനാവിലെ വരുമാനം കണക്കാക്കിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 6200 നാണയങ്ങൾ. സൈന്യത്തിന് വേണ്ടി എത്ര ചെലവഴിച്ചു? ശരി മഹാരാജൻ, നാം അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് ഇത് നോക്കിയാലും 1800 നാണയങ്ങൾ. അല്ലല്ല, 731 നാണയങ്ങൾ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത്രയും വലിയ പിഴവ് എങ്ങനെ സംഭവിച്ചു? 731 നാണയങ്ങൾ ചെലവായെങ്കിൽ 1082 നാണയങ്ങൾ എവിടെ? അത് നിങ്ങൾക്കാണ് പറയാൻ കഴിയുന്നത്. നാം എങ്ങനെയാണത് പറയുന്നത്? പുത്രി രൂപവതി, നീ ഒരു തവണ കണക്ക് കൂട്ടി നോക്കൂ. കണക്കിൽ 1082 നാണയങ്ങൾ കുറവ് വരുന്നുണ്ട്. ശരിക്കും കാര്യം എന്താണ്? കണക്കിൽ ഇത്രയും വലിയ പിഴവ് വരാൻ കാരണം? നോക്കൂ മഹാരാജൻ, ഞങ്ങൾക്ക് പോലും ഈ കാര്യം മനസ്സിലാവുന്നില്ല. ഇപ്രകാരം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടേയില്ല. പിതാശ്രീ, ഇങ്ങനൊരു പിഴവ് ആദ്യമായി സംഭവിച്ചതാണോ? മുൻപും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ പിഴവ് സംഭവിച്ചിട്ടില്ല. നമുക്ക്
എത്രയും വേഗം ഒരു സഭ വിളിച്ചു കൂട്ടേണ്ടതാണ്. പിതാശ്രീ, ഇത് ശരിക്കും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അല്ല പുത്രി, ഇത്രയേറെ ചിന്തിക്കണ്ട. ഇതെല്ലാം നാം നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇരുവർക്കും ഇപ്പോൾ പോകാം. നാം ഇക്കാര്യം അന്വേഷിക്കുന്നതാണ്. മഹാരാജൻ, അങ്ങയുടെ താമ്പൂലം. അങ്ങ് ഇത് സ്വീകരിച്ചാലും. പറയൂ പുത്രി, പിതാശ്രീയോട് നീ കാര്യം ചോദിച്ചോ? നീ പറഞ്ഞിരുന്നില്ലേ? ഇല്ല. കാര്യം എന്താണ് രൂപവതി? നമ്മോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? മഹാരാജൻ, അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രിക്കൊരു ആഗ്രഹമുണ്ട്. ഇത്തവണ മഹാറാണിയുടെ ജന്മദിനം അവളുടെ നേതൃത്വത്തിൽ തന്നെ ആഘോഷിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ അനുവാദം മാത്രമാണ് വേണ്ടത്. എന്നാൽ ഇത് അങ്ങയോട് പറയുവാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. അനുവാദത്തിന്റെ ആവശ്യം എന്താണ്? നമ്മുടെ പുത്രി മുതിർന്ന പെൺകുട്ടിയാണ്. സ്വന്തം ഉത്തരവാദിത്വം സ്വയം നിറവേറ്റാൻ പഠിക്കുകയാണ്. ഒരു പിതാവിനെ സംബന്ധിച്ച് ഇത് അഭിമാനകരമാണ്. നമ്മുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. നിന്റെ തയ്യാറെടുപ്പുകൾ നടക്കട്ടെ. സത്യമാണോ? സത്യമാണോ പിതാശ്രീ? എല്ലാം നാം തന്നെ ചെയ്യട്ടെ, നമ്മുടെ ഇഷ്ടപ്രകാരം. അതെ പുത്രി, നീ നിന്റെ ഇഷ്ടപ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. ഇളയമ്മ വന്നാലും നമുക്ക് അവിടുത്തെ നിർദ്ദേശങ്ങൾ വേണം. പിതാശ്രീ, നാം പോവുകയാണ്. ശരി പുത്രി, പോയിക്കൊള്ളു.